ഇന്ന് നമുക്ക് വീഡിയോയിൽ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബൈനറി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയവ നോക്കാം. ആദ്യം ബൈനറി അഡീഷൻ്റെ റൂൾസുകൾ നോക്കാം. എന്ന് വെച്ചാൽ ബൈനറി നമ്പേഴ്സ് 200 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സമ്മ് നമുക്ക് 0 ആണ് കിട്ടുന്നത്, ക്യാരിയും 0 ആണ്. 0യും 1ഉം കൂടി നമുക്ക് ആഡ് ചെയ്താൽ സം 1 ആണ്, ക്യാരി വല്ലതും ഉണ്ടോ? ഇല്ല, 0. 1ഉം 0യും കൂടി തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് സം 1 കിട്ടും, ക്യാരിയും 0 ആണ്. പക്ഷേ 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1ഉം 1ഉം കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സം കിട്ടുന്നത് എന്തോന്നറിയോ? 10 ആയിരിക്കും സം. ദറ്റ് ഈസ് 2 ആ. 10 എന്ന് പറഞ്ഞാൽ ബൈനറി 2 അല്ലേ? ദറ്റ് ഈസ് സമ്മ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 0യും ക്യാരി നമുക്ക് 1ഉം ആണ് കിട്ടുന്നത്. സമ്മ് 0യും ക്യാരി 1ഉം ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് നോക്കാം. സപ്പോസ് വി ഹാവ് ഗിവൺ 7 ആൻഡ് 21. അപ്പം 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1111 ആണല്ലോ. 21 എന്ന് പറഞ്ഞാൽ 10101 ആണ്. ഇവ തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം 1 + 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം? 0 ആണ്. ക്യാരി 1 ഇട്ടു. ആ ക്യാരി 1ഉം പിന്നെ ഈ 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 1 + 1 0, ക്യാരി 1 ഇട്ടു. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ 3 1 ആണുള്ളത്. അതിനകത്ത് ആദ്യത്തെ 1 + 1 0 ആണ്. ക്യാരി ഇപ്പുറത്തോട്ട് കൊടുത്തു. ആ 0യുടെ കൂടെ പിന്നെ ഈ മൂന്നാമത്തെ 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 1. അതാണ് ഈ 1. ഇനി ഇവിടുത്തെ ക്യാരി 1 ആണ് ഈ 00ന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ദറ്റ് ഈസ് 1. പിന്നെ നമുക്ക് ക്യാരി ഒന്നും ഇല്ലല്ലോ. പിന്നെ 0യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 11100 എന്നാണ്. അപ്പോൾ നമ്മൾ ഡെസിമലിൽ എഴുതി നോക്കിയാൽ മതി. ഈ 1110 എന്ന് പറയുന്നത് 28 തന്നെയാണ്. അപ്പോൾ ഡെസിമൽ 7ഉം ഡെസിമൽ 21ഉം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഡെസിമൽ 28 കിട്ടി. നമ്മൾ ബൈനറി ചെയ്യുമ്പോഴും നമുക്ക് അതേ വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ് ബൈനറി സബ്ട്രാക്ഷൻ്റെ റൂൾസുകൾ എന്ന് നോക്കാം. ഈ 0യിൽ നിന്ന് 0 മൈനസ് ചെയ്താൽ രണ്ട് നമ്പറും 0 ആണെങ്കിൽ നമ്മുടെ സബ്ട്രാക്ഷൻ റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. സബ്ട്രാക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും. 1ൽ നിന്ന് 1 കുറച്ചാലും നമുക്ക് റിസൾട്ട് എത്ര കിട്ടുന്നത്? 0. 1ൽ നിന്ന് 0 കുറച്ചാൽ 1. ഓക്കെ. ഇനി 0യിൽ നിന്ന് നിങ്ങൾ 1 മൈനസ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇവിടെ നിങ്ങൾ 10 ചിന്തിക്കേണ്ട. 0യിൽ നിന്ന് നിങ്ങൾ 1 മൈനസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തൊട്ടപ്പുറത്ത് നിന്ന് 1 ബോറോ ചെയ്യും. അപ്പം നമുക്ക് ഈ 10 ആയി മാറും. ആക്ച്വലി ബൈനറിയിൽ 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 2 ആണെന്നറിയാം. ആ 2ൽ നിന്നാണ് നമ്മൾ 1 കുറയ്ക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഡിഫറൻസ് നമുക്ക് എന്താ കിട്ടുന്നത്? 1 ആണ്. അപ്പം നമ്മൾ 1 ബോറോ ചെയ്തല്ലോ, വിത്ത് ബോറോ 1. അപ്പം നമുക്ക് 0യിൽ നിന്ന് 0 കുറച്ചാൽ നമ്മൾ ഒന്നും ബോറോ ചെയ്തില്ല. 1ൽ നിന്ന് 1 കുറച്ചപ്പോഴും നമ്മൾ ഒന്നും ബോറോ ചെയ്തില്ല. ഓക്കെ, ഡിഫറൻസ് നമുക്ക് 0 കിട്ടി. 1ൽ നിന്ന് 0 കുറച്ചപ്പോഴും നമ്മൾ ബോറോ ചെയ്തില്ല. പക്ഷേ 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു 1 ബോറോ ചെയ്തു. അതുമല്ല, 0യിൽ നിന്ന് നമുക്ക് 1 കുറയ്ക്കുമ്പോൾ ബോറോ ചെയ്തത് കാരണം 10 ആയി മാറി. ദറ്റ് ഈസ് 2 ആയി മാറി. 2ൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 21ന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് 10101. 7ന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് 00111. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം 1ൽ നിന്ന് 1 കുറച്ചു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 0. 0യിൽ നിന്ന് നമുക്ക് 1 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ തൊട്ടടുത്ത് നിന്ന് എന്ത് ചെയ്യും? 1 ബോറോ ചെയ്യും. അപ്പം 1 ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 10 ആയി മാറി. 10യിൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ഇപ്പുറത്തോട്ട് 0ക്ക് കൊടുത്തല്ലോ. ഇപ്പൊ ഇവിടെ 0 അല്ലേ കിടക്കുന്നത്. അപ്പൊ 0യിൽ നിന്ന് നമുക്ക് 1 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ തൊട്ട് ഇപ്പുറത്തെ സ്ഥാനത്ത് പോയി നോക്കും. അവിടെ ഉണ്ടോ എന്ന് നോക്കും. ഇല്ല. അപ്പം നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് വരും. ഇവിടെ വന്ന് നമ്മൾ എന്തെടുക്കും? ഈ 1 ക്യാരി ചെയ്ത് ആദ്യം തൊട്ടിപ്പുറത്ത് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇവിടെ എന്തായി മാറി? ഇവിടെ 102 ആയി മാറി. ഈ 0യുടെ സ്ഥാനം എന്തായി? 102 ആയി മാറി. ആ 2ൽ നിന്നാണ് നമ്മൾ ഇവിടുത്തെ ഇങ്ങോട്ട് 1 ബോറോ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇവിടെ 2ന്റെ ബാക്കി ഇവിടെ 1. 2ൽ നിന്ന് നമ്മൾ 1 ഇപ്പുറത്ത് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 1 ആയി മാറും. തൊട്ടിപ്പുറത്ത് 10 ആയി മാറി. 10ൽ നിന്ന് 1 മൈനസ് ചെയ്തു, 1 കിട്ടി. നേരത്തെ ഇവിടെ 1 വന്നൂല്ലോ. ആ 1ൽ നിന്ന് 0 കുറയ്ക്കുന്നതുകൊണ്ട് 1. ഇവിടെ ഇപ്പോൾ നമ്പേഴ്സ് ഇല്ലല്ലോ, 0. ഒന്നുകൂടി ഞാൻ പറയാം. 10101ൽ നിന്ന് നമ്മൾ 111 കുറയ്ക്കാൻ ശ്രമിച്ചാൽ ആദ്യം 1ൽ നിന്ന് 1 കുറച്ചു, 0 കിട്ടി. 0യിൽ നിന്ന് നമുക്ക് 1 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തൊട്ടിപ്പുറത്തെ 1 എടുത്ത് ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ ഇവിടെ 0 ആയി മാറും. ഇപ്പുറത്ത് 10 ആയി മാറും. 10യിൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടും. 10 എന്ന് പറഞ്ഞാൽ 2 ആ. 2ൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടി. അപ്പോൾ ഇവിടെ നേരത്തെ 1 കടന്നെടുത്ത് അത് 0 ആയി പോയല്ലോ. ഇപ്പോൾ അവിടെ 1 ഇല്ല. അപ്പം നമ്മൾ തൊട്ടിപ്പുറത്തെ സ്ഥാനത്ത് നിന്ന് ക്യാരി ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ 0 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ 1 ബോറോ ചെയ്യാൻ നോക്കിയാണ്. അപ്പൊ ഇത് ബോറോ ചെയ്ത് ഇപ്പുറത്തോട്ട് എത്തുമ്പോൾ ഈ 010 ആയി മാറും. ഇവിടെ 0 ആയി മാറും. അപ്പൊ ഇവിടെ 2 ആയി മാറി. ഇനി ഈ 2ന്റെ ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പുറത്തെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബോറോ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ 2ൽ നിന്ന് ഇവിടുന്ന് ഒരു 1 ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ 10 ആയി മാറി. ഈ 2ന്റെ ഇവിടെ 1 ആയി മാറി. ഓക്കെ. അപ്പൊ ഈ 1ൽ നിന്ന്
ഇവിടെ 10 10യിൽ നിന്ന് നമ്മൾ 1 കുറച്ചപ്പോൾ 1 കിട്ടി. ഇവിടെ ഇപ്പം 1 ബാക്കിയുള്ളൂ. 1ൽ നിന്ന് 0 കുറച്ചപ്പോൾ 1 കിട്ടി. ഇവിടെ 0 ബാക്കിയുള്ളൂ. 0യിൽ നിന്ന് 0 കുറച്ചപ്പോൾ 0 കിട്ടി. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അതുപോലെ തന്നെ ഒരു സിമിലർ എക്സാമ്പിൾ ആണ് ഇതായി കൊടുത്തേക്കുന്നത്. 77ൽ നിന്ന് നിങ്ങളൊന്ന് 23 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 54 ഡെസിമലി കിട്ടുവാണെങ്കിൽ അതേപോലെ ബൈനറി ഈക്വലന്റ് കിട്ടുന്നു എന്ന് നോക്കാം. നമുക്ക് നോക്കാം. അതായത് നോക്കി 77ന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആണ് 100 100 1101. 23യുടെ ബൈനറി റെപ്രസെന്റേഷൻ ആണ് 10111. അപ്പോൾ 77ൽ നിന്ന് 23 മൈനസ് ചെയ്യണം. അപ്പോൾ 1ൽ നിന്ന് 1 കുറച്ചു, നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇവിടെ 10 അല്ലെങ്കിൽ 2 വന്നു. ആ 2ൽ നിന്ന് 1 മൈനസ് ചെയ്തു, നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 1 കിട്ടി. ഇനി ഇവിടെ ഇപ്പൊ എന്താ കിടക്കുന്നത്? 0 ആണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം? തൊട്ടിപ്പുറത്ത് നിന്ന് നമ്മൾ എന്തെടുക്കണം? ഇവിടുത്തെ 1 ഇങ്ങോട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 10 കിട്ടി. 10 ദാറ്റ് ഈസ് 2 കിട്ടി. 2ൽ നിന്ന് 1 കുറച്ചു, നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ 0 കിടക്കുന്നത്. 0യിൽ നിന്ന് 0 മൈനസ് ചെയ്തു, 0. ഓക്കെ, ഇനി ഇവിടെ 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ തൊട്ടിപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ 0 അപ്പൊ ഇപ്പുറത്ത് പോകും, ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെടുക്കും? 1 ആദ്യം ഇവിടെ കൊടുക്കും. അപ്പൊ ഇവിടെ 10 അല്ലെങ്കിൽ 2 ആയി മാറും. ആ 2ൽ നിന്നാണ് നമ്മൾ തൊട്ടിപ്പുറത്തെ ഇവിടോട്ട് 1 ബോറോ ചെയ്യുന്നത്. അപ്പൊ 2ൽ നിന്ന് ഇവിടുത്തെ 1 പോയി കഴിയുമ്പോൾ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 1 ആണ്. അപ്പൊ ഇപ്പുറത്ത് എന്തായി മാറി? 2 ആ 2ൽ നിന്ന് 1 കുറച്ചപ്പോൾ ഇവിടെ 1 കിട്ടി. ഈ 1ൽ നിന്ന് 0 കുറച്ചപ്പോൾ ഇവിടെ 1 കിട്ടി. ഇവിടെ ഓൾറെഡി എന്തായിരുന്നു? 0 ആയിരുന്നു. അങ്ങനെ നമുക്ക് 0 കിട്ടി. ഓക്കെ, ഇത്രയുമാണ് ബൈനറി സബ്ട്രാക്ഷൻ. ബൈനറി മൾട്ടിപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ സാധാരണ ബൈനറി മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഈ മുകളിലുള്ള ഓരോ നമ്പേഴ്സിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 0 0 0. ഇനി ഇതേ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 0. ആ നമ്പർ അതുപോലെ തന്നെ എഴുതുക. നമ്മൾ യൂഷ്വൽ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.